ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട്, വിജയ് ശങ്കറുമായിട്ട് എന്തോ ഒരു ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ദിലീപ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും കാണാതെ ആ ദിലീപ് അങ്ങനെയെല്ലാം പറയൂ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്റെ അനിയന്റെ കേസ് ഇവിടം വരെ എത്തിക്കാൻ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ കേസിൽ നിന്ന് അവനെ ഊരിയെടുക്കാനും എനിക്കറിയാം. അതിനുള്ള വഴി എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അർച്ചന ദീപ്തിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് അർച്ചനയും മുകുന്ദനും കൂടി നേരെ പോകുന്നത് ആ ഫിനാൻസ് ഓഫീസിലേക്കാണ്. ഓഫീസിലെത്തി അവിടെയുള്ള ആ സാറിനെ കണ്ടതിനു ശേഷം അർച്ചന മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ തന്നെയല്ലേ നീ സ്വർണങ്ങൾ പണയം വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ അതെ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ സാറ് പറയുന്നുണ്ട്, മുകുന്ദൻ സാറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനൊരു പിഴവ് പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചല്ലോ, ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് അർച്ചന പറയുമ്പോൾ ആ സാറ് പറയുന്നുണ്ട്, മുകുന്ദൻ സാറിനെ കേസിലാക്കണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ജോലി പോകുന്ന പ്രശ്നമായതുകൊണ്ടാണ് അത് കേസായത് എന്ന് ആ ഓഫീസിലെ സാറ് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇവൻ കൊണ്ടുവന്ന ആഭരണങ്ങളിൽ മുക്കുപണ്ടം ഇല്ലായിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പണയം വെച്ചതിന് ശേഷം അതെങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. ഇനിയിപ്പോ ഞങ്ങൾ കൊണ്ടുവന്ന സ്വർണങ്ങളിൽ മുക്കുപണ്ടം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് പരിശോധിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സാറ് പറയുന്നുണ്ട്, മുക്കുപണ്ടങ്ങൾ ഉണ്ടായിരുന്നു, ഇൻസ്പെക്ഷൻ ഓഫീസർ വന്നിട്ടാണ് അത് തെളിയിച്ചത്. മുകുന്ദൻ സാറിനെ പരിചയമുള്ളത് കൊണ്ടാണ് ആ സ്വർണങ്ങൾ പരിശോധിക്കാതെ 10 ലക്ഷം രൂപ കൊടുത്തത്. അപ്പൊ തന്നെ സാറ് ആ 10 ലക്ഷം രൂപ തിരിച്ചു തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആ ആഭരണങ്ങൾ തിരിച്ചു തന്നേനെ എന്നാ സാറ് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ആഭരണങ്ങൾ തിരികെ എടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മുക്കുപണ്ടങ്ങൾ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് മുകുന്ദനും പറയുന്നുണ്ട്. അപ്പൊ ആ സാറ് പറയാണ്, ആ മുക്കുപണ്ടങ്ങൾ തൊണ്ടി മുതലായി കൊണ്ടുപോയി, അത് ഞങ്ങളെടുത്തില്ല എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, തൊണ്ടി മുതലിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇവൻ മറ്റു കുറച്ച് സ്വർണങ്ങൾ കൊണ്ടുവന്നിരുന്നല്ലോ, അതെടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ സാറ് പറയുന്നുണ്ട്, ഇല്ല, ആ ആഭരണങ്ങൾ ഇവിടെ തന്നെയുണ്ട്, അത് തരുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയാണ് അർച്ചന. അപ്പൊ തന്നെ തന്റെ ബാഗിൽ നിന്നും ചിന്നുവിനെ വാങ്ങിവെച്ച സ്വർണങ്ങളെല്ലാം ആ സാറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം ഒറിജിനൽ സ്വർണങ്ങളാണോ എന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ ഇത് എടുത്താൽ മതി എന്ന് പറയാണ് ആ സാറ്. അപ്പൊ തന്നെ അകത്തേക്ക് പോകുന്നുണ്ട്. മുകുന്ദനാണെങ്കിൽ ആ സ്വർണങ്ങൾ കൊടുത്തതിൽ ആകെ ഷോക്കായി കൊണ്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാണ് അത് കൊടുത്തത്, ഇപ്പൊ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ, മുക്കുപണ്ടങ്ങൾ പരിശോധിക്കാനല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീ പണയപ്പെടുത്തിയ മുഴുവൻ ആഭരണങ്ങളും തിരിച്ചെടുത്തേ പറ്റൂ, എങ്കിലേ ആ മുക്കുപണ്ടങ്ങൾ എവിടെ നിന്നും വന്നു എന്ന് കണ്ടെത്താൻ കഴിയൂ. ഈ കേസിൽ നിന്നും ഇപ്പൊ നിന്നെ രക്ഷിക്കാൻ എന്റെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ല എന്ന് അർച്ചന പറയാണ്. അപ്പോഴേക്കും ആ സാറ് വന്ന് അർച്ചനയോട് പറയുന്നുണ്ട്, മേഡം, ആ ആഭരണങ്ങളെല്ലാം സ്വർണം തന്നെയാണ്, ഞങ്ങൾ ഇപ്പൊ തന്നെ ആദ്യം വെച്ച ആ സ്വർണങ്ങൾ തരാമെന്ന് പറയാണ്. അങ്ങനെ അർച്ചനയും മുകുന്ദനും രമ്യയുടെ സ്വർണങ്ങളെല്ലാം പണയത്തിൽ നിന്നെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അർച്ചന പറയുന്നുണ്ട്, രമ്യ, ഇത് നിന്റെ സ്വർണങ്ങൾ തന്നെയാണോ എന്ന് നോക്ക് എന്ന് പറയാണ്. അങ്ങനെ രമ്യ സ്വർണങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അമ്പാട്ടിലെ എല്ലാവരും തന്നെ അവിടെയുണ്ട്. രമ്യ അർച്ചനയോട് പറയുന്നുണ്ട്, ഇതെല്ലാം എന്റെ ആഭരണങ്ങൾ തന്നെയാണ്, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ മുകുന്ദേട്ടൻ കൊണ്ടുപോയ എല്ലാ ആഭരണങ്ങളും ഇതിലില്ല. മഞ്ജു ചേച്ചി തന്നയച്ച ആഭരണങ്ങൾ ഇതിലില്ലല്ലോ, ഒന്ന് നോക്കിയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും തന്നെ ആകെ ഷോക്ക് ആവുന്നുണ്ട്. മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, മഞ്ജു ചേച്ചി തന്ന ആഭരണങ്ങൾ ഇതിലുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. രമ്യപ്പ പറയുന്നുണ്ട്, അതെ, ഇതിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് നീ എന്നോട് പറയാതിരുന്നതെന്ന്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, ഞാനാണ് അവളോട് പറയണ്ട എന്ന് പറഞ്ഞത്, എന്റെ സ്വർണങ്ങളാണെന്ന് അറിഞ്ഞാൽ നീ വാങ്ങില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയാണ്. അങ്ങനെ അർച്ചന, ഇതിൽ നിന്റെ സ്വർണങ്ങൾ ഉണ്ടോ മഞ്ജു എന്ന് നോക്കാൻ പറയാണ്. മഞ്ജു അപ്പോ രമ്യയുടെ സ്വർണങ്ങളെല്ലാം എടുത്ത് അതിൽ തന്റെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. എന്നാൽ മഞ്ജു ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ആ സ്വർണങ്ങളെല്ലാം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് നോക്കുകയാണ്. രുക്കു ആണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്, അയ്യോ, ഈ മഞ്ജു ചേച്ചി ഇപ്പൊ എല്ലാം കുളമാക്കുമല്ലോ, എനിക്കിപ്പോ പണി കിട്ടുമല്ലോ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചു പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മഞ്ജു എന്നിട്ട് പറയുന്നുണ്ട്, ഇതിലൊന്നും ആ ആഭരണങ്ങൾ കാണുന്നില്ലല്ലോ എന്ന് മഞ്ജു പറയുമ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, പിന്നെ ആ സ്വർണം എവിടെ പോയി എന്ന്. അനന്തനപ്പ പറയുന്നുണ്ട്, അതിനു മുന്നേ എനിക്കൊരു കാര്യം അറിയണം മഞ്ജു, നീ മുകുന്ദന് പണയം വെക്കാൻ ആഭരണങ്ങൾ കൊടുത്തോ? ഈ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളല്ലാതെ ഇവിടെ വേറെ നിന്റെ ആഭരണങ്ങളൊന്നും ഇല്ലല്ലോ, നിന്റെ ആഭരണങ്ങൾ സൂക്ഷിക്കാനായി നിന്റെ അമ്മ വാങ്ങിച്ചിട്ട് പോയി എന്നല്ലേ എന്നോട് പറഞ്ഞത്, പിന്നെ ഏതാഭരണങ്ങളാണ് നീ അവന് പണയം വെക്കാൻ കൊടുത്തതെന്ന് അനന്തൻ ചോദിക്കുമ്പോ മഞ്ജു ആണെങ്കിൽ ആകെ നിന്ന് പരിങ്ങുകയാണ്. അനന്തൻ അപ്പോ വീണ്ടും ദേഷ്യപ്പെടുമ്പോ മഞ്ജു പറയുന്നുണ്ട്, അതൊന്നും എന്റെ ആഭരണങ്ങളായിരുന്നില്ല, അതെല്ലാം രുക്കുവിന്റേതായിരുന്നു എന്ന് പറയുമ്പോ രുക്കു ആകെ ഞെട്ടുന്നുണ്ട്. അച്ചു അപ്പൊ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ആഭരണങ്ങളാണോ മുകുന്ദേട്ടനെ പണയം വെക്കാൻ കൊടുത്തയച്ചതെന്ന് ചോദിക്കുകയാണ്. രുക്കു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, അതായത് രുക്കുവിന്റെ സ്വർണങ്ങൾ നേരിട്ട് കൊടുത്താൽ മുകുന്ദൻ വാങ്ങില്ലല്ലോ, അതുകൊണ്ട് എന്നോട് കൊടുക്കാൻ പറഞ്ഞു, ഞാനപ്പോ എന്റേതാണെന്ന് പറഞ്ഞിട്ടാണ്
ആ സ്വർണങ്ങൾ കൊടുത്തതെന്ന് മഞ്ജു പറയാണ്. മുകുന്ദനപ്പൊ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് രുക്കുവിന്റെ ആഭരണങ്ങൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. അർച്ചനപ്പൊ പറയുന്നുണ്ട്, ഇക്കൂട്ടത്തിൽ കാണാതായ ആ ആഭരണങ്ങളാണ് തൊണ്ടി മുതലായി പോലീസ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് അർച്ചന പറയുമ്പോ രമ്യ ചോദിക്കുന്നുണ്ട്, അപ്പൊ അതെല്ലാം മുക്കുപണ്ടമായിരുന്നു എന്ന് ചോദിക്കുമ്പോ മഞ്ജുവും ചോദിക്കുന്നുണ്ട്, രുക്കു അതെല്ലാം മുക്കുപണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, ഏയ് എന്റെ ആഭരണങ്ങളൊന്നും മുക്കുപണ്ടമല്ല, അതെല്ലാം ഒറിജിനൽ 916 സ്വർണ്ണാഭരണങ്ങളാണ്. എങ്ങനെയാണ് ആ സ്വർണങ്ങൾ ഇതിൽ കാണാതിരിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ആ ഫിനാൻസ് കമ്പനി നടത്തിയ എന്തെങ്കിലും തിരിമറിയായിരിക്കാമെന്ന് പറഞ്ഞ് രുക്കു ഒഴിവാകുകയാണ്. എനിക്കെന്തായാലും എന്റെ സ്വർണങ്ങളെല്ലാം തിരിച്ചു കിട്ടണം, എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്കെന്റെ ആഭരണങ്ങൾ കിട്ടണമെന്ന് രുക്കു വാശി പിടിച്ച് അങ്ങനെ പറയാണ്. അനന്തനാണെങ്കിൽ ആകെ ദേഷ്യം വന്നുകൊണ്ട് മഞ്ജുവിനെ പിടിച്ചടിക്കുന്നുണ്ട്. എന്നോട് ചോദിക്കാതെ നീ എന്തിനാടി ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് അനന്തൻ മഞ്ജുവിനോട് ചോദിക്കുകയാണ്. വീണ്ടും അനന്തൻ മഞ്ജുവിനെ തല്ലാനായി പോകുമ്പോ അർച്ചന പറയുന്നുണ്ട്, അനന്ത വേണ്ട, വഴക്കിനൊന്നും നിൽക്കണ്ട, ഇതിങ്ങനെ സംസാരിച്ച് വഷളാക്കേണ്ട വിഷയമല്ല. രുക്കു, നീ മഞ്ജുവിന്റെ കയ്യിൽ കൊടുത്തയച്ച ആഭരണങ്ങളാണ് മുകുന്ദൻ പണയം വെക്കാൻ കൊണ്ടുപോയത്. ആ ആഭരണങ്ങൾ മാത്രമാണ് മുക്കുപണ്ടങ്ങൾ. ഫിനാൻസുകാര് ആ ആഭരണങ്ങൾ മാത്രം എന്തിനാണ് എടുത്തുമാറ്റി അതിൽ മുക്കുപണ്ടം വെക്കണം? അവർക്ക് അതിന്റെ എന്താവശ്യമാണുള്ളത്? നീ തർക്കിച്ച് ജയിക്കാനൊന്നും നോക്കണ്ട, എനിക്ക് നീ ഇതിന് വ്യക്തമായ ഉത്തരം തന്നേ പറ്റൂ എന്ന് അർച്ചന രുക്കുവിനോട് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, എനിക്കെന്തിനാണ് മുക്കുപണ്ടങ്ങൾ കൊടുക്കേണ്ട ആവശ്യം എന്ന് പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ചേച്ചി ചന്ദ്രകാന്തത്തിൽ നിന്ന് രുക്കുവിന് മുക്കുപണ്ടങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അച്ചു പറയുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അത് മുക്കുപണ്ടങ്ങളായിരുന്നില്ല എന്ന് നീ തെളിയിക്കേ, ഒറിജിനൽ സ്വർണങ്ങളാണെന്ന് നീ തെളിയിക്കേ എന്ന് മുകുന്ദൻ പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, അതെനിക്ക് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്താണ് പറഞ്ഞ ആർക്കും വിശ്വാസം വരില്ലേ, എന്റേതെല്ലാം സ്വർണങ്ങൾ തന്നെയാണെന്ന് പറയാണ്. അനന്തനപ്പ പറയുന്നുണ്ട്, ഇത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നല്ല, സത്യാവസ്ഥ എന്താന്ന് തെളിയിക്കണമല്ലോ എന്ന് പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, രുക്കുവിന്റെ പക്കലുള്ളതെല്ലാം സ്വർണം തന്നെയാണ്, ഞാനത് തെളിയിച്ചു തരാമെന്ന് പറഞ്ഞ് അച്ചു റൂമിലേക്ക് രുക്കുവിന്റെ സ്വർണങ്ങൾ എടുക്കാനായി പോവുകയാണ്. അച്ചുവിന്റെ കൂടെ തന്നെ രുക്കുവും പോകുന്നുണ്ട്. അച്ചു അലമാര തുറക്കാനായി പോകുമ്പോ രുക്കു വേണ്ട എന്ന് പറഞ്ഞ് അച്ചുവിനെ തടയുന്നുണ്ടെങ്കിലും അച്ചു പറയുന്നുണ്ട്, എനിക്ക് അത് തെളിയിക്കണം, എനിക്ക് നിന്റെ വിശ്വാസം നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, നിന്റെ കയ്യിലുള്ളതെല്ലാം സ്വർണം തന്നെയാണെങ്കിൽ നീ എന്തിനാണ് പിന്നെ ഇങ്ങനെ പേടിക്കുന്നത്? ഈ സ്വർണത്തിൽ കള്ളമില്ലെന്ന് തെളിയിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും ബാധ്യതയാണെന്ന് പറഞ്ഞ് അച്ചു ആ സ്വർണമെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. വീണ്ടും അച്ചുവിനെ രുക്കു പിടിച്ചു നിർത്തുന്നുണ്ട്. അച്ചു അപ്പ പറയുന്നുണ്ട്, ഇവിടെ എന്റെ ഭാര്യയെ കുറിച്ച് ഒരാളും സംശയം വെക്കാൻ പാടില്ല, എല്ലാം ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞ് അച്ചു ആ സ്വർണങ്ങളുമായി ഹാളിലേക്ക് പോവുകയാണ്. രുക്കു ആണെങ്കിൽ ആകെ പേടിച്ചുകൊണ്ട് അങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ്. അച്ചു എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ ആ സ്വർണ്ണാഭരണങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാവരും പരിശോധിക്കേ, ഇതാണ് രുക്കു ചന്ദ്രകാന്തത്തിൽ നിന്നും കൊണ്ടുവന്ന സ്വർണങ്ങൾ, ഇതിൽ നിന്നുമാണ് മഞ്ജു ചേച്ചിക്ക് രുക്കു സ്വർണങ്ങൾ എടുത്തു കൊടുത്തത് എന്ന് അച്ചു പറയുമ്പോ അർച്ചനയും രമ്യയും മഞ്ജുവും കൂടി ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്തു നോക്കുകയാണ്. രുക്കു ആണെങ്കിൽ ആകെ പേടിച്ചുകൊണ്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അച്ചു നീ എന്നെ ചതിച്ചു, പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു വഴി ഞാൻ ഇപ്പൊ കണ്ടെത്തണമല്ലോ എന്ന് അങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഒരു വഴി മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് രുക്കു എല്ലാവരുടെ അടുത്തേക്കും അങ്ങോട്ടേക്ക് വരികയാണ്. മുകുന്ദനപ്പ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം സ്വർണം തന്നെയാണോ എന്ന്. രമ്യപ്പ പറയുന്നുണ്ട്, ഇത് സ്വർണമൊന്നും അല്ല, ഫുൾ ഗോൾഡ് കവറിംഗ് ആണെന്ന് പറയുമ്പോ മഞ്ജുവും പറയുന്നുണ്ട്, അതെ ഇത് ഫുൾ ഗോൾഡ് കവറിംഗ് ആണ്, എന്തോ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ഗോൾഡ് കവറിംഗ് ആണെന്നൊക്കെ പറയാണ്. എല്ലാവരും തന്നെ അപ്പോ ആകെ ഷോക്കാവുന്നുണ്ട്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം മുക്കുപണ്ടങ്ങളാണ് എന്ന് അർച്ചന പറയുമ്പോ അനന്തനും മുകുന്ദനും എല്ലാവരും തന്നെ രുക്കുവിനെ ഇട്ട് വളഞ്ഞാക്രമിക്കുകയാണ്. എന്താടാ അച്ചു, നിന്റെ ഭാര്യ ചന്ദ്രകാന്തത്തിൽ നിന്ന് കൊണ്ടുവന്നത് മുക്കുപണ്ടങ്ങളായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, എന്റെ വീട്ടുകാരെ ആരെയും കബളിപ്പിച്ചിട്ടില്ല, എന്റെ വീട്ടുകാര് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ ഈ മുക്കുപണ്ടങ്ങൾ ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ അതോ സ്വയം ഇവിടെ നിന്ന് മുളച്ചു വന്നതാണോ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, ഈ മുക്കുപണ്ടങ്ങൾ ഇവിടെ എങ്ങനെ എത്തിയെന്നുള്ളത് നിങ്ങളൊക്കെ തന്നെയാണ് പറയേണ്ടത്, എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങളെല്ലാം എനിക്ക് തന്നെ ഓർമ്മയില്ല, എന്റെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു മാറ്റിയിട്ട് പകരം അവിടെ മുക്കുപണ്ടം വെച്ചത് ആരാണെന്ന് എനിക്കറിയണം, ആരും ഇങ്ങോട്ടൊന്നും കൂടുതൽ സംസാരിക്കേണ്ട, എന്റെ ആഭരണങ്ങൾ എവിടെ പോയി എന്ന് എനിക്കറിയണമെന്ന് രുക്കു പറയാണ്. അനന്തനപ്പ പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല, ഇങ്ങനെ സ്വർണങ്ങൾ കട്ടെടുക്കേണ്ട ആവശ്യം ആർക്കും തന്നെ ഇവിടെ ഇല്ല എന്ന് അനന്തൻ പറയാണ്. രുക്കു അപ്പ പറയുന്നുണ്ട്, ഇവിടെ സ്വർണം പണയം വെക്കേണ്ട ആവശ്യം ആർക്കാണ് ഉണ്ടായത്, അവര് ഇത് എടുത്തിട്ടുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോ രമ്യ ചോദിക്കുന്നുണ്ട്, രുക്കു എന്താ എന്നെയാണോ സംശയിക്കുന്നത്?
എന്ന് രമ്യ ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ആരെന്ത് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല, അതിന് ഈ വീട്ടിൽ ക്യാമറയൊന്നും വെച്ചിട്ടില്ലല്ലോ, എന്തായാലും എന്റെ സ്വർണങ്ങൾ എടുക്കേണ്ട അവസ്ഥ എനിക്കോ അച്ചുവിനോ ഇല്ല. രമ്യേച്ചിയാണ് ആ സ്വർണങ്ങൾ എടുത്തതെങ്കിൽ ആ സത്യം തുറന്നു പറ എന്ന് രുക്കു പറയുമ്പോ രമ്യ ആകെ ഷോക്കാവുന്നുണ്ട്. മുകുന്ദനാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ദേഷ്യം വന്ന്, എടി നീ എന്റെ ഭാര്യയെ സംശയിക്കുന്നു എന്ന് പറഞ്ഞ് രുക്കുവിന്റെ തലയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് രുക്കുവിന്റെ ചെകിടത്തേക്ക് അടിക്കുകയാണ്. എല്ലാവരും തന്നെ ആകെ ഷോക്കാവുന്നുണ്ട്. അർച്ചന എന്നിട്ട് വേഗം വന്ന് മുകുന്ദനെ പിടിച്ചു മാറ്റുന്നുണ്ട്. നീ എന്താണ് ചെയ്യുന്നത്, നീ എന്തിനാണ് അവളെ അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, പിന്നെ എന്റെ ഭാര്യയെ ഇവൾ കള്ളിയാക്കിയില്ലേ, ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. രുക്കു അപ്പോ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ തല്ലിയല്ലേ, അച്ചു നിന്റെ മുന്നിൽ വെച്ചിട്ടാണ് നിന്റെ ചേട്ടൻ എന്നെ തല്ലിയത്, അതെല്ലാം കണ്ടു നിന്ന നീയൊരു ആണാണോടാ എന്ന് ചോദിച്ചുകൊണ്ട് രുക്കു ദേഷ്യത്തോടെ അവിടെയുള്ള ആ മുഖപണ്ടങ്ങളെല്ലാം എടുത്തുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. അച്ചു ആണെങ്കിൽ ദേഷ്യത്തിൽ മുകുന്ദന്റെ അടുത്ത് പോയിട്ട് രുക്കുവിനെ തല്ലാൻ ഏട്ടനാണ് അധികാരം തന്നത് എന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, അത് വിട്ടേക്ക്, വേറെ ആരുമില്ലല്ലോ, നിന്റെ ഏട്ടനല്ലേ, വിട്ടേക്ക് എന്ന് പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, അങ്ങനെ എല്ലാവർക്കും ഇട്ട് കൊട്ടാനുള്ള ചെണ്ടയല്ല എന്റെ ഭാര്യ, അവൾ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ ഞാനുണ്ട്, നിങ്ങൾ ആരാ അവളെ തല്ലാൻ, നിങ്ങൾ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് അച്ചു ദേഷ്യത്തോടെ മുകുന്ദന്റെ കഴുത്തിന് പിടിക്കുകയാണ്. പിന്നീട് അച്ചുവും മുകുന്ദനും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംഘർഷം ഉണ്ടാവുകയാണ്. പിന്നീട് അവര് രണ്ടുപേരെയും എല്ലാവരും പിടിച്ചു മാറ്റുന്നുണ്ട്. അർച്ചന എന്നിട്ട് വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട്, നീയൊക്കെ ഇത് എന്താടാ കാണിക്കുന്നത്, നിന്നെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കിയത് ഇങ്ങനെ തമ്മി തല്ലാനാണോ, അച്ചൂടാ നീ അകത്തേക്ക് പോ, ഇനി നീ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്, അകത്തേക്ക് കയറി പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചുവിനെ അവിടെ നിന്നും റൂമിലേക്ക് വിടുകയാണ് അർച്ചന. അച്ചു ആണെങ്കിൽ ദേഷ്യത്തോടെ മുകുന്ദനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് അർച്ചന മുകുന്ദനോട് പറയുന്നുണ്ട്, എടാ അവന്റെ ഭാര്യ എന്തോ ചെയ്തോട്ടെ, അവളെ തല്ലാൻ നിനക്കാരാണ് അധികാരം തന്നത്, നിന്റെ ഭാര്യയെ പോലും തല്ലാൻ നിനക്ക് അധികാരമില്ല, ഇങ്ങനെ ആണുങ്ങളെല്ലാം തല്ലിയാൽ പെണ്ണുങ്ങൾ കൊണ്ടു നിൽക്കണമെന്നാണോ നീയൊക്കെ കരുതിയത്, ഇങ്ങനെ ജീവിക്കാനല്ല നിങ്ങളെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത്, നിങ്ങളൊക്കെ എന്താടാ ഇങ്ങനെ ആയി പോയത് എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ചിന്നു അപ്പോ അർച്ചനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അനന്തനും റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് മുകുന്ദൻ രുക്കുവിനെ പിടിച്ച് തല്ലിയത് ചന്ദ്ര അറിയുന്നുണ്ട്. ചന്ദ്ര അപ്പൊ തന്നെ അതെല്ലാം വിജയശങ്കറിനോട് പറയാണ്. നമ്മുടെ രുക്കുവിനെ തല്ലാൻ ആ മുകുന്ദൻ എങ്ങനെ ധൈര്യം വന്നു, വിജയേട്ടൻ എന്താണ് ഇതൊന്നും വിളിച്ച് അച്ചുവിനോട് ചോദിക്കാത്തത്, അവന്റെ ഭാര്യയെ പിടിച്ചല്ലേ ആ മുകുന്ദൻ തല്ലിയത്, ഇക്കാര്യത്തിൽ വിജയേട്ടൻ മിണ്ടാതിരുന്നാൽ വിജയേട്ടൻ ഒരു ഭീരുവാണെന്ന് അവിടെയുള്ളവർ കരുതൂ, സത്യൻ ഇവിടെ ഇല്ലാതെ പോയി, എല്ലായിരുന്നുവെങ്കിൽ അമ്പാട്ടിൽ കയറി ഇപ്പൊ മുകുന്ദന്റെ കയ്യും കാലും തല്ലി ഒടിച്ചേനെ എന്ന് ചന്ദ്ര പറയുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നീ ഇപ്പൊ തന്നെ സത്യനെ വിളിച്ചു പറഞ്ഞ് അമ്പാട്ടിലേക്ക് അവനെ വിട്, മുകുന്ദന്റെ കയ്യും കാലും തല്ലി ഒടിച്ച് അവൻ നേരെ ജയിലിൽ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിജയശങ്കർ അവിടെ നിന്നും പോവാനായി നിൽക്കുമ്പോ ചന്ദ്ര വീണ്ടും വിജയശങ്കറിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, വിജയേട്ടൻ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങളുടെ പെങ്ങളെയല്ലേ അമ്പാട്ടിലെ ഒരുത്തൻ പിടിച്ച് തല്ലിയത്, ഒന്നില്ലെങ്കിലും വിജയേട്ടൻ ഒരു വക്കീലല്ലേ, ഇതിന്റെ പേരിൽ ഗാർഹിക പീഡനത്തിന് അവരെല്ലാം പിടിച്ച് അകത്തിട്ടൂടെ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അത്ര തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വിജയശങ്കർ അങ്ങനെ ചന്ദ്രയോട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.